മഴയായാലും വെയിലായാലും എല്ലാം. എഴുത്ത് പരാതി കുറവാണ്. ചിലപ്പോൾ അവർ പറയും പോയി എഴുതിയിട്ട് വരാൻ പറയും. അപ്പോൾ അവരിവിടെ വന്നാൽ നമ്മൾ എഴുതി കൊടുക്കും. മരുന്നെങ്കിലും വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് വന്നത്. അതിന് ഇപ്പോൾ ആണെങ്കിൽ ഇവരെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അതുപോലും കിട്ടണില്ല. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല. ഒരു നല്ല പ്രവൃത്തി അവരിൽ നിന്ന് ഞങ്ങൾക്ക് ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടും. ഇപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പേ വരികയാണെങ്കിൽ വേണ്ടൂലായിരുന്നു. ഈ 3 മാസത്തിന് മേലാണ് ഇപ്പോൾ ഒട്ടും എഴുത്തില്ലാത്തത്. ഇപ്പോഴത്തെ മേയർ ഞങ്ങൾ ഓടിക്കും, ഇവിടെ ഇരിക്കല്ലോ ഓടിപ്പോകാൻ പറയുന്നത്. പാവങ്ങളെ വേണ്ടെന്നാണ് നമ്മൾ. പിന്നെ അതൊരു കൊച്ചുകുട്ടി, എൻ്റെ മോളെ പ്രായം, മോളെ മോക്കേനെ 26. നമസ്കാരം. വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മേയർമാർക്ക് ഒട്ടനവധി പരാതികളും അപേക്ഷകളും എല്ലാം തന്നെ എഴുതി കൊടുക്കുന്ന ഒരു പറ്റം അമ്മമാർ. നമുക്ക് ഈ നഗരസഭയ്ക്ക് ചുറ്റുമായി ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് അമ്മമാർ ഇരിക്കുന്നുണ്ട്. നിരവധി പരാതികളും അപേക്ഷകളും എല്ലാം വർഷങ്ങളായി അവർ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് മറുനാടൻ പങ്കുവയ്ക്കുന്നത്. 14 വർഷമായി. ഇപ്പോൾ എഴുത്ത് ഉണ്ടോ? കേസ് മാർട്ടായതിന് ശേഷം ഞങ്ങൾക്ക് എഴുത്തൊന്നുമില്ല. അല്ല പെറ്റീഷനാ വല്ലതും വരും, അത് കടിപിടി കൂട്ടി എഴുതി കൊണ്ടും വിട്ടുപോകും. അത്രയേ ഉള്ളൂ. പേരെന്താ? രാജലക്ഷ്മി. എവിടെയാണ് വീട്? കരിക്കകം. 14 വർഷമായിട്ട് നഗരസഭേൻ്റെ മുൻപിലിരുന്ന് അപേക്ഷ എഴുതുകയാണ്. മഴയായാലും വെയിലായാലും എല്ലാം. എത്ര വയസ്സായി? എനിക്ക് 67 വയസ്സായി. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ മാത്രം. സഹോദരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു വീട്ടിൽ ഞാൻ മാത്രം. ഒറ്റയ്ക്ക്, മാരേജ് കഴിച്ചിട്ടില്ല. ഓക്കെ. ഈ നഗരസഭ ആര് ഭരിക്കുന്നത് മുതൽ അമ്മ ഇവിടെ ഉണ്ട് ഇരിക്കാൻ? ചന്ദ്രിയ മേഡം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എന്തോന്ന് അങ്ങേര് പേരും മറന്നുവല്ല, പ്രശാന്ത് സാറ്, പിന്നെ ശ്രീകുമാർ, ഇപ്പോഴ് ആര്യ രാജേന്ദ്രൻ. അതിൽ പ്രശാന്ത് സാറ് അടിപൊളിയായിരുന്നു. നല്ല ഒത്ത ഒരു മേയറാണ്. 4 എല്ലാ ബേസിക്കിലും നല്ല പയ്യനാണ്. ഞാൻ മോനെ എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വർക്കില്ല? എന്താ പരാതി? വല്ലതും വന്നാൽ എഴുതും, ഇല്ലെങ്കിൽ വീട്ടിൽ പോകും. ഏറ്റവും കൂടുതൽ എന്ത് വിഷയത്തിലായിരിക്കും പരാതി വരാറ്? പരാതി വസ്തു സംബന്ധമായത്, അടിപിടി, പിന്നെ ഭർത്താവ് ഭാര്യ അടിച്ചെന്നും ഒരുപാട് പ്രശ്നങ്ങൾ പലതും. പിന്നെ അഴുക്ക് ചാലിൽ അവരെ വീട്ടിൽ അഴുക്ക് വെള്ളം ഒഴിച്ചെന്നും മരം ചാഞ്ഞ് കിടക്കണമെന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ ഇന്നും ഒരു കാര്യവും വന്നില്ല. വരുമായിരിക്കും, കിട്ടുമായിരിക്കും എന്ന്. കാരണം നമ്മളാരും ഇവിടെ കൊണ്ട് കൊടുത്തിട്ടില്ല. കിട്ടിയാൽ നമുക്ക് ചട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. ഇപ്പോൾ എല്ലാം സ്മാർട്ടാണല്ലോ. അപ്പോൾ ഈ എഴുത്ത് പരാതി കുറവാണ്. ചിലപ്പോൾ അവർ പറയും പോയി എഴുതിയിട്ട് വരാൻ പറയും. അപ്പോൾ അവരിവിടെ വന്നാൽ നമ്മൾ എഴുതി കൊടുക്കും. 30 വാങ്ങിക്കും, 40 വാങ്ങിക്കും. ചിലർ നമുക്ക് അറിഞ്ഞ് 100 രൂപ ചകരം തന്നിട്ട് പോകും. ഒരു പരാതി എഴുതാൻ എത്രയാണ് പൈസ ഈടാക്കുന്നത്? 30. ഇപ്പോൾ പൊതുവേ കുറവാണ്. ഇപ്പം തീരെ മോശമാണ്. വെയിലത്തും മഴയത്തൊക്കെ ഇരുന്ന് ആയിപ്പോയല്ലോ, ഓട്ടോമാറ്റിക് ആയിപ്പോയില്ല. നിങ്ങൾ വെയിലും മഴയില്ലാതെ നിങ്ങൾ നടക്കുന്നില്ലേ എന്ന് പറഞ്ഞ ഒരു വിഷയമാണ്. വയറ് കഴിഞ്ഞ് പോണ്ടേ, കൊണ്ടുതരാൻ ആരുമില്ല. അപ്പം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു കൊച്ചു വീടൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ പോന്നു. പിന്നെ ഒരുപാട് മേയർമാരുടെ കാലത്ത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി എഴുതിയത് ഏത് കാലത്താണെന്ന് ഓർമ്മയുണ്ടോ? പരാതി എന്ന് പറഞ്ഞാൽ മക്കളെ, ചിലത് പരാതി വരും, ചിലത് പരാതി വരില്ല. ചിലത് വരുമ്പോൾ നമ്മൾ ഒന്ന് എഴുതിയിട്ട് പറയും പോയി DTP എടുക്കാൻ പറയും. കാര്യം എന്താ, അവർക്ക് ഒരുപാട് എഴുതിയ പൈസ തരാൻ കാണില്ല. 10-40 വാങ്ങിച്ചു കൊണ്ട് വിടും. അവിടെ പോയി DTP എടുത്ത് നിങ്ങൾക്ക് അയക്കാനുള്ളവർക്ക് അയക്കാൻ പറയും. അതിൻ്റെ നടുക്ക് അഡ്രസ്സ് എഴുതണം വിട്ടിട്ട് എഴുതാൻ പറയും. അങ്ങനെ. പക്ഷേ ഇവിടെ നിന്നും ഒരു കാരുണ്യവും നമുക്കില്ല. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല. ഒരു നല്ല പ്രവൃത്തി അവരിൽ നിന്ന് ഞങ്ങൾക്കില്ല. ഏത് കോടതിയായിട്ട് പറയാൻ തയ്യാറാണ്. എല്ലാം ദൈവം നിശ്ചയിച്ച വഴിയെ പോവുക, നമുക്ക് ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ.
ഞാൻ 48 വർഷമായി. അതായത് എത്ര വയസ്സ്? അവിടെ ആയിരുന്നു നാരങ്ങ ഉള്ളായിരുന്നു. അന്ന് 35 വയസ്സായി. ഇപ്പം 50, 60, 67 വയസ്സായി. അന്ന് എൻ്റെ കൊച്ച് 4 പഠിക്കണം. ഞാൻ അവിടെ 3 പെൺമക്കൾ അവിടെ ഇരിക്കും. നാരങ്ങ ഉള്ളു മുറുക്കാനും എല്ലാം വെച്ചിട്ടുണ്ട്. ലാസ്റ്റിലൊരു മേയർ കയറിയതോടുകൂടി എല്ലാവരെയും ഓട്ടിച്ച്. പിന്നെ നാരങ്ങ വെള്ളം വെച്ചില്ല. പിന്നെ സ്റ്റാമ്പും പേപ്പറും കവറും ഒക്കെ വയ്ക്കുമായിരുന്നു. ഇതിനിടയിൽ ഞാൻ ഒരു വർഷം എനിക്കൊരു കിഡ്നി എടുത്ത് കളഞ്ഞു. അങ്ങനെ വരാതായിരുന്നു. 3 പെൺമക്കൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മരുന്നിനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. അത് ഒന്ന് വയ്ക്കും. ഒരു സ്റ്റാമ്പ് പോലും വിൽക്കാതെ ആ ബാക്കിൽ കേട്ടപ്പോൾ സമ്മതിക്കൂല. അങ്ങനെയാണ് മക്കളെ നമ്മൾ കഷ്ടപ്പെടും. ഒരു 7-1 പോക്കുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കില്ല. മരുന്നെങ്കിലും വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് വന്നത്. അതിന് ഇപ്പോൾ ആണെങ്കിൽ ഇവരെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് അതുപോലും കിട്ടണില്ല. ഒരു 10 റവന്യൂ സ്റ്റാമ്പ് എന്തെങ്കിലും പോകുമെന്നും പറഞ്ഞു. എനിക്ക് ദിവസം എനിക്ക് മരുന്നിന് മാത്രം വേണം മക്കളെ 1000 രൂപ. 3 പെൺമക്കൾ അവരെ കെട്ടിച്ചു കൊടുത്തിട്ട് അവരുടെ ചെന്ന് കൈ നീട്ടാൻ പറ്റുമോ? ആൺമക്കളുണ്ടെങ്കിൽ താടാന്ന് പറയും ധൈര്യമായിട്ട് കേൾക്കാം. മരുമക്കൾ അന്വേഷിച്ച് തന്നെ ഒരുപാട് അവർ ചിലവാക്കി അന്വേഷിച്ച്. അവർ കൂലിപ്പണിക്കാർ. അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ മക്കളെ? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട്. ഇവിടെ ആര് മേയറായിരിക്കുന്ന കാലത്താണ് ഇവിടെ അപേക്ഷ എഴുതാൻ? പണ്ട് ശിവൻകുട്ടി മേയറായിരുന്നു. ഒരു പത്മനാഭം ഉണ്ടായിരുന്നു, ജയബാബു ഉണ്ടായിരുന്നു, 2 ചന്ദ്രികമാരുണ്ടായിരുന്നു, പിന്നെ ജയൻ ബാബു. ഒരുപാട് ഒരു 5 വർഷമായിട്ട്. പക്ഷേ ശിവൻകുട്ടിയൊക്കെ വരുമ്പോൾ നമ്മളെ ശിവൻകുട്ടി സാർ ഇരുന്നപ്പോൾ നമ്മളെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. പാവം നോക്കിക്കൊണ്ട് പോകും, ഒന്നും പറയില്ല. അവിടെ ഇവർ വന്നാണ് ഞങ്ങൾ എല്ലാവരെയും പ്രൊഫസർ മേയർ ചന്ദ്ര, ഒരു ചന്ദ്രിക പ്രൊഫസർ മേയർ. പക്ഷെ അതിൽ ഒരാൾ നമ്മളെ ഇരിക്കാൻ സമ്മതിക്കാതെ മനയെ നോക്കുക എല്ലാം വാരിക്കൊണ്ട്. എൻ്റെ നാരങ്ങ വെള്ളത്തിൻ്റെ പൈസ, പേപ്പർ, സർവോ, ഇവരെ ബുക്കും ബാഗും എല്ലാം വാരിക്കൊണ്ട്. എല്ലാവരും അതെല്ലാം വാരിക്കൊണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ പാളയത്തീച്ചെന്ന് പറയുമ്പോൾ അറിയാമെന്നുള്ള സാറാകുമ്പോൾ പറയും കാണാൻ കാര്യം ഏതാണെന്ന് പറയാൻ പറയും സാറേ എൻ്റെ സ്റ്റാമ്പ് ചോറ് വരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സാർ നമ്മൾ ഇങ്ങനെയാണ് സാറേ എന്നറിയാം. അന്ന് പിന്നെ തിരിച്ചു തന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ കുറേ നാൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വരാതെ വരും. ഇപ്പോൾ വീണ്ടും വന്നപ്പം വീണ്ടും ഒന്നും കിട്ടില്ല. ഇടയ്ക്കും സുഖമില്ലാതെ. ഇനി എപ്പോഴും എൻ്റെ പെൺമക്കളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല മോനെ. എനിക്കൊരു മരുന്ന് വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകണം. അവർ വേണ്ടാന്ന് തന്നെയാണ്. എന്നാലും നമ്മൾ അവർക്ക് മക്കളൊക്കെ പഠിക്കണം, ഒന്ന് കോളേജിൽ പഠിക്കണം, ഒന്ന് +2 പഠിക്കണം. നമുക്ക് അവരെ ഉപദ്രവിക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ? അങ്ങനെ അതുകൊണ്ട് ഇവിടെ വന്ന് ഇന്ന് നേരം വെളുത്ത് ഇത്രയും നേരം വന്നിട്ട് നിന്നാണ് മോനെ 10 രൂപ പോലും കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ പരാതികൾ ഏത് മേയറുള്ള കാലത്താണ് എഴുതി കൊടുക്കുക? അത് നമ്മളിത് പ്രൊഫസർ മേയർ ചന്ദ്ര ഇരുന്നപ്പോൾ അല്ലേ, അതാണ് നമുക്ക് പറയാം. നമ്മളെ സാധനമൊക്കെ വാരിക്കൊണ്ടുപോയി അവരാണ്, വേറെ ആരുമല്ല. പിന്നെ ബാക്കിയുള്ള എല്ലാവരും പ്രസാദ് സാർ ഇരുന്നപ്പോഴും നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ മേയർ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ മേയർ ഞങ്ങളെ ഓട്ടിക്കും. ഇവിടെ ഇരിക്കല്ലോ ഓടിപ്പോകാൻ പറയണം. പാവങ്ങളെ വേണ്ടെന്നാണ്. നമ്മൾ പിന്നെ അതൊരു കൊച്ചുകുട്ടി, എൻ്റെ മോളെ പ്രായം, മോളെ മോക്കേനെ 26. എന്നാൽ ഞാനൊന്നിനും ഇന്ന് വരെ അതിൻ്റെ മുമ്പ് പോയിട്ടില്ല. പിന്നെ നമുക്ക് നമ്മളതായ ഒരു കഷ്ടപ്പാടിനാണ് മക്കളെ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരുപാട് പോണത് സത്യമാണ് മക്കളെ. നമുക്ക് ഒരു ജീവിക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വരില്ല. അവൾ വാടാക്കി കിടക്കണം. അവളെ കൊച്ചു പഠിക്കണം എമ്മയ്ക്കും കണ്ട അതിനും നിവർത്തിയില്ലാതെയാണ് വന്നത്. ഇപ്പോൾ വർക്കുണ്ടോ അമ്മ? ഇല്ല മക്കളെ, അതല്ലേ പറഞ്ഞ് വർക്കും ഇല്ല, ഒരു ഇതും ഇല്ല. ഇവിടെ വന്നിങ്ങനെ ചൊക്കത് ഭൂതനിധി കാക്കും പോലെ ഇരിക്കും. പിന്നെ അങ്ങനെ ആകുമ്പോൾ ഉച്ചയാകുമ്പോൾ ആരെങ്കിലും വരും. 5 റവന്യൂ സ്റ്റാമ്പ് കൊടുത്താൽ 10 രൂപ കിട്ടും. 2 കോർട്ടിവി സ്റ്റാമ്പ് ഇങ്ങനെയൊക്കെ വാങ്ങിക്കും മക്കൾ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കണം. ഒരുപാട് സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇവിടെ ഇരുന്ന് ഞാൻ അന്നൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ എൻ്റെ പെൺമക്കളെയൊക്കെ അയച്ചത് എല്ലാം നമ്മളിൽ ഉള്ളത് പറയണമല്ല. ഞാൻ ഇവിടെ ഇരുന്ന് നാരങ്ങ വെള്ളം എല്ലാം വിറ്റ് തന്നെ എൻ്റെ പെൺമക്കളെയൊക്കെ അയച്ച് ഇവിടെയുള്ള സാർമാരെല്ലാം വന്ന് എൻ്റെ മക്കളുടെ പേരെന്താ? എൻ്റെ പേര് വിജയമ്മ. ഇവിടെ വീട് നെടുമങ്ങാട്. ഇവിടെ എത്തും ഞാൻ 10:30 എത്തുള്ളൂ. എത്ര വർഷമായി ഇവിടെ? ഞാൻ 22 വർഷമായി. ഇപ്പോൾ വർക്കുണ്ടോ? വർക്കൊക്കെ കുറവ്. ഓൺലൈനായപ്പോഴേ വർക്കൊന്നുമില്ല. ഒറ്റ വർക്ക് വരണതേ ഉള്ളൂ. പിന്നെ ഈ പറയും പോലെ ഓഫീസിനുള്ളവർ വിചാരിച്ച ഒരു 3-4 അപേക്ഷകൾ നമുക്ക് ഇനി വെളിയിൽ വിടാം. അതും അവരകത്തിരുന്ന് എഴുതി കൊടുക്കും. പിന്നെ ഇവിടെ നമ്മൾ ഈ പിരിവും ഭണ്ഡാരവും ഒക്കെ അന്ന് മുതലേക്ക് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ.
നമ്മളെ കാണാതിരിക്കുമ്പോൾ അവർ വെപ്രാളയും പെടുമല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഒരു 10-200 രൂപയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരും. ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടും. ഇപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പേ വരികയാണെങ്കിൽ വേണ്ടൂലായിരുന്നു. ഈ 3 മാസത്തിന് മേലാണ് ഇപ്പോൾ ഒട്ടും എഴുത്തില്ലാത്തത്. ഒരു ദിവസത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള പൈസ കിട്ടാറുണ്ട്? മക്കളെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതോ അപ്പുറത്തെ സത്യ മെമ്മോറിയലിൽ മിക്കപ്പോഴും പരിപാടികളൊക്കെ കാണും. നമ്മൾ ഉച്ചയ്ക്ക് പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ അടുത്തൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴൊക്കെ പോയി കഴിക്കാറുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. ഇതാണോ വരുമാന മാർഗം? ഈ ഒരു വരുമാനത്തിലാണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ജീവിക്കുന്നതും എല്ലാം. വേറെ ഒരു വരുമാനവും ഇല്ല, വസ്തുവും ഇല്ല, ഒന്നുമില്ല, വീടില്ല, ഒന്നുമില്ല. ഇപ്പോൾ വർക്ക് ഉണ്ടോ? ഇപ്പം വർക്ക് കുറവാണ് മക്കളെ. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം വർക്ക് കുറവാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷയും പരാതികളൊക്കെ എഴുതിയത് ഏത് മേയറുള്ള കാലത്താണ് ഓർമ്മ? അത് നമ്മുടെ ബാബു സാർ ഇരുന്നപ്പോൾ എല്ലാവർക്കും നിസ്സാരമായിട്ട് സർട്ടിഫിക്കറ്റുകളിൽ പോലും ഇല്ലാതെ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ഇവിടെ കൊടുക്കുകയും എല്ലാമൊക്കെ ചെയ്തിരുന്നത് ബാബു സാർ നല്ല ഇതാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന കുട്ടിയും കുഴപ്പമൊന്നുമില്ല, കൊച്ചുകുട്ടിയല്ലേ, അതിൻ്റേതായ ഒരു ഇതുണ്ട്. അല്ലാതെ വേറെ ആ കൊച്ചിന് എനിക്കൊരു കുറ്റവും പറയാനില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവർ ഐക്യതയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ സംസാരങ്ങൾ വരുന്നത് കൊണ്ട് നമ്മളെ ഇപ്പോൾ ആരും വഴക്ക് പറയും. ഇപ്പം നിങ്ങൾ തന്നെ കുറച്ച് നേരം നമുക്ക് കൊണ്ട് നിൽക്കുമ്പം ഒന്നിനൊന്ന് ചേരാതെ വരുമ്പം നമ്മളാരും പറഞ്ഞു പോകും. അതുപോലെ മേയർ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ അവർ വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എപ്പോഴും സംസാരങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് നീയൊക്കെ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ വിഷമം കൊണ്ട് പറഞ്ഞത് അവർ. അല്ലാതെ അവരെ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല, എനിക്ക് പറയാനില്ല. കാരണം ആദ്യം കൗൺസിലറായിട്ട് ആ കൊച്ച് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഞാനാണ് ആ കുട്ടിയോട് സംസാരിച്ചത്. പക്ഷേ അതിന് ശേഷമാണ് അവരെ തുണ്ടിട്ട് മേയറാക്കിയതും എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്നേഹം മനസ്സിനകത്തുണ്ട്, പക്ഷേ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെയും. വീട് എവിടെയാണ്? എൻ്റെ വീട് കാഞ്ഞിരമ്പാറ. പേരെന്താ? ഗിരിജ. എന്തായാലും നമ്മുടെ ലോകം തന്നെ സ്മാർട്ടായ സാഹചര്യത്തിൽ ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമായി തീരുകയാണ് എന്നാണ് നമുക്ക് ഈ പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കെ സ്മാർട്ട് ഉൾപ്പെടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് കൈപ്പടയിൽ എഴുതിയ അപേക്ഷകളും പരാതികളും എല്ലാം തന്നെ നിലവിലിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതം വരുമാന മാർഗം വഴിമുട്ടിയ അവസ്ഥയിലാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇവർ വെയിലായാലും മഴയായാലും എല്ലാം തന്നെ ഇവിടെ തന്നെ കുത്തിയിരിക്കുകയാണ് ഒരു അപേക്ഷ കിട്ടുവാൻ വേണ്ടി. കാരണം ഇവരുടെ ജീവിതമാർഗം ഇതുതന്നെയാണ്. എന്തായാലും 40 വർഷത്തിലധികമായി ഈ നഗരസഭയ്ക്ക് മുൻപിലിരിക്കുന്ന അമ്മമാർ വരെ ഇവിടെയുണ്ട്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.